രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. നമ്മൾ എന്താ കണ്ടത്? രാവണനെ അനിയന്മാർ ഉപദേശിക്കാൻ വരുന്ന രംഗ കണ്ടല്ലേ? ആ കുംഭകർണൻ വരെയാണ്. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ആദ്യം ഈ വരം പറഞ്ഞു, കുംഭകർണ നീ കേട്ടോ, ഞാനില്ലേ നമ്മുടെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു അവർ ക്രൂരത ചെയ്തപ്പോൾ പകരം വീട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ് സീതയെ എന്ന് തൻ്റെ കാമം മറച്ചു വെച്ച് രാവണൻ പറയുമ്പോഴാ കുംഭകർണന് ദേഷ്യം പിടിച്ചേ. ഏട്ടാ, പ്രവൃത്തി ചെയ്യണതിന് മുമ്പ് ആലോചിക്കേണ്ടിയിരുന്നു, അന്ന് ഏട്ടൻ ഞങ്ങളോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ് വലിയൊരു ഉപദേശമാണ് കൊടുക്കണത്. ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകൺ. നമ്മൾ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാവുമ്പോൾ ഓരോന്നുണ്ടാക്കി വെക്കണ അബദ്ധങ്ങളാണ് ഇല്ലേ? പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഓരോന്നും ഒരു നാദത്തിൽ ഭ്രമിച്ചിട്ടാണ് മാനുകൾ അപകടത്തിൽപ്പെടുന്നത്. ഈ അഗ്നിയുടെ ഇതിൽ കാഴ്ച കൊണ്ടാണ് ശലഭങ്ങൾ തീയിൽ പോയിട്ട് വീഴുന്നത്. ഈ നാവിൻ്റെ രസം കൊണ്ട് ഇല്ലേ ചൂണ്ടയിൽ പോയി മത്സ്യം പതിക്കുന്നത് അതുകൊണ്ടാണ്. ആന സ്പർശനം കൊണ്ടാണ് ആനയ്ക്ക് അപകടം ഉണ്ടാവുന്നത്. പക്ഷേ മനുഷ്യൻ ഈ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാണ് ഇതിൽ ആ അപകടത്തിൽ വന്ന് വീഴുന്നത്. എന്നാലും ഏട്ടൻ ചെയ്തത് പൂർവ്വജന്മ വാസന കൊണ്ടാണെങ്കിലും ചെയ്തത് തെറ്റാണ്. പറ്റുമെങ്കിൽ സീതയെ തിരിച്ചു കൊണ്ടുകൊടുക്കൂ, ഇല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെ എന്നും ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് ഞാനിതാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് കുംഭകർണ സേവയ്ക്ക് പോവുക അല്ലേ? ശാപമാണ്. നിദ്രാവത്വം വാങ്ങിയതാ, നിർദേവത്വം വാങ്ങാൻ പോയതാ. ആ ദേവി നവമ്മലൊന്ന് വികട സരസ്വതി വന്നപ്പോൾ നിദ്രാവത്വം ഒന്ന് ഉറങ്ങാൻ പോവുകയാണ്. വീണ്ടും അടുത്തത് ആ ദിവ്യനാഗത്തിൻ്റെ ഊഴമാണ്. ആരാണ്? വിഭീഷണൻ വന്നിട്ട് പറയാ. വിഭീഷണൻ സത്യം മാത്രം പറയണത് അല്ലേ? നഷ്ടമതികളായിടും അമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്കുന്ന ഈ സ്തുതിപാഠകന്മാരൊക്കെ പറയണത് ഏട്ടൻ്റെ നാശത്തിന് വേണ്ടിയാണ് ഏട്ടാ. രാജാവിൻ്റെ ചെവിക്ക് സുഖം തരുന്ന വിധത്തിൽ സ്തുതി പാടുന്ന മന്ത്രിമാരുടെ വാക്ക് കേൾക്കുന്നത് അപകടത്തിലാണ്. അവർ പറയും എന്ത് അപകടം ഉണ്ടെങ്കിലും ഞങ്ങളില്ലേ കൂടെ എന്ന് പറയും. പക്ഷെ അപകടം വരുമ്പോൾ അവരെല്ലാം കൈയൊഴിയും. കഷ്ടകാലാണല്ലേ? ഇഷ്ടം പറയുന്ന ബന്ധുക്കളൊന്നുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. ഇതൊക്കെ എഴുത്തച്ഛൻ്റെ ലോകോക്തികളാ. വിഭീഷണൻ പറയുന്ന പോലെയല്ല, നമ്മുടെ ജീവിതത്തിൽ അനുഭവമുള്ളതാ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളൊന്നുമേ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. 5 തലയുള്ള സർപ്പത്തിനെയാണ് രാവണൻ പിടിച്ചിരിക്കുന്നത്. ആ സീതയെ രാമന് കൊടുക്കൂ. പക്ഷെ എന്തൊക്കെ ഉപദേശിച്ചിട്ട് എന്താ കാര്യം? സാരമുള്ള വചനങ്ങൾ കേൾക്കിലും നീരസാർത്ഥമറിയുന്നു ദുർജനം. വിഭീഷണന്റെ വാക്കുകളൊക്കെ തനിക്ക് എതിരായിട്ടാണ് ആ രാവണന് തോന്നിയത്. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. രാവണൻ അവിടുന്ന് ഒരു പറയണ വാക്കുകളുണ്ട്. നിന്നെ പോലുള്ളവരാണ് ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത്. മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കളാകുന്നതേവരും. അവരാണ് മൃത്യു ഉണ്ടാക്കുന്നത്. നിന്നെപ്പോലെ ഇങ്ങനെ ചതിയന്മാരാണ്. മറ്റോരെ വിശ്വസിക്കാം, കൂടെ നിന്ന് ചതിക്കുന്ന നീയാണ് ശത്രു ഉള്ളത് എന്ന് പറയാണ്. അപ്പം ഇന്ദ്രജിത്തിനാണത്രേ രാവണനേക്കാളും ദേഷ്യം പിടിച്ചത്. വീര്യമോ ബലമോ വിക്രമോ ഇല്ലാത്ത ഒരാളേ ഉള്ളൂ ഈ ലങ്കയിലെ, അത് വിഭീഷണനാണ്. അങ്ങ് എന്തിനാണ് ഈ മനുഷ്യനെ പേടിക്കേണ്ടത്? ഞാൻ ഇന്ദ്രനെ ജയിച്ചവനാണ്, ഐരാവതത്തിൻ്റെ കൊമ്പൂരിയവനാണ്. 2 കേവല മനുഷ്യരെ കൊല്ലാൻ ഞാൻ പ്രാപ്തനല്ലെന്നാണോ ഇളയച്ചൻ പറയുന്നത് എന്ന് പറഞ്ഞ് ഇന്ദ്രജിത്ത് വാളൂര. ഇതും കൂടി കണ്ടപ്പോൾ രാവണന് ദേഷ്യം പിടിച്ചിട്ട് കടന്നു പോ എൻ്റെ മുമ്പിന്ന്, നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, നീ ഏത് രാമൻ്റെ അടുത്തേക്കെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞു. നീയല്ല വേറെ ആരെങ്കിലുമാണ് ഇത് പറഞ്ഞത് വെച്ചാൽ കഴുത്തിന് മുകളിൽ തല കാണില്ല, നീ എൻ്റെ അനുജനായതുകൊണ്ട് ഞാൻ നിന്നെ ജീവനോടെ വിടുകയാണ് പറഞ്ഞു. വിഭീഷണന് സന്തോഷമായി. ഞാൻ സ്വയം ഇറങ്ങിപ്പോന്നതാന്ന് വരില്ലല്ലോ, ഏട്ടൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ് വിചാരിച്ചാലോ വെച്ചിട്ട് ആ രാമനെ തന്നെ ആശ്രയം പ്രാപിക്കുകയാണ്. ആശര വംശ വിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി. ഞാനിതാ ആ രാമനെ പ്രാപിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വിഭീഷണൻ ആ രാമൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് ആകാശത്തിൽ നിന്ന് പറഞ്ഞു, എന്നെ രക്ഷിക്കണം, ഞാൻ രാമഭക്തനാണ്. രാവണൻ ഞാൻ കുറേ പറഞ്ഞു സീതയെ തിരിച്ചു കൊണ്ടുകൊടുക്കാൻ, പക്ഷേ കേട്ടില്ല. എൻ്റെ ഏട്ടൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ ഞാനിതാ രാമനെ ആശ്രയിക്കുകയാണ്, എനിക്ക് രാമസ്വാമി മാത്രമാണ് ആശ്രയം എന്ന്. ഇവിടെയും കുരങ്ങന്മാരുടെ ഇടയിലുള്ള ആ
അഭിപ്രായ വ്യത്യാസങ്ങൾ. ചിലർ പറഞ്ഞു ഓ ഇവൻ ചിലപ്പോൾ നല്ലവനായിരിക്കും, ചിലർ പറഞ്ഞു അല്ലല്ല രാക്ഷസനാണ്, സുഗ്രീവനാണ് ആദ്യം തന്നെ എതിർത്തത്. സുഗ്രീവൻ പറഞ്ഞു ഇവൻ മായാവിയാണ്, കൂടെയുള്ളവരും മായാവികളാണ്, ഇവൻ നമ്മുടെ കൂടെ വന്നിട്ട് രാമഭക്തനാണെന്ന് പറഞ്ഞ് നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ കൊന്നാലോ, അതിനു വേണ്ടിയാവും വരുന്നത് അല്ലേ. എല്ലാവരും നോക്കി നിൽക്കുകയാണ് സുഗ്രീവന്റെ കൽപ്പന. ഇവനെ വിശ്വസിക്കരുത് ശ്രീരാമചന്ദ്ര പ്രഭു. സുഗ്രീവൻ പറയാ ഇവൻ ആപത്ത് കാലത്ത് ഏട്ടനെ ഉപേക്ഷിച്ച് വന്നവനാണ്, ഇവനെ ഒരിക്കലും വിശ്വസിക്കരുത്. ശ്രീരാമസ്വാമിയുടെ മുഖത്തൊരു ചിരി വന്നു അത്രേ. ലക്ഷ്മണനെ ഒന്ന് നോക്കി, ആരായി പറയണത്? കുട്ടിയേട്ടനെ കൊല്ലിക്കാൻ കൊട്ടേഷൻകാരെ ഏൽപ്പിച്ച ആളാ ഇപ്പൊ പറയണത് അല്ലേ? ബാലിയെ കൊല്ലാൻ വേണ്ടി രാമലക്ഷ്മണന്മാരെ ഏൽപ്പിച്ച ആളാണ് ഇപ്പൊ പറയണത് ഏട്ടൻ ആപത്ത് വന്നപ്പോൾ ഏട്ടനെ ഉപേക്ഷിച്ച് വരികയാണ് എന്ന് പറഞ്ഞു. ഇവിടെയും ഹനുമാന്റെ ഒരു പ്രയോഗമുണ്ട്. അതാണ് ഹനുമാന്റെ വിവേകം. ശ്രീരാം സ്വാമിയോട് പറയാണ് ഇവർ പറയുന്നതൊന്നും കേൾക്കണ്ട, വിഭീഷണൻ സത്യവാനാണ്, എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു വിഭീഷണ ഗൃഹത്തിൽ നിന്ന് രാമനാമം വരുന്നത്. ഞാൻ പോയി ചോദിച്ചു എങ്ങനെയാ ഈ രാക്ഷസരുടെ ഇടയിൽ അങ്ങ് മാത്രം ഈ രാമഭക്തി കൊണ്ട് നിൽക്കണമെന്ന് ചോദിച്ചു. അന്ന് വിഭീഷണൻ ഒരു ഉത്തരം പറഞ്ഞു, അതെനിക്ക് ഉള്ളിൽ തട്ടി. 32 കൂർത്തുമൂർത്ത പല്ലുകളുടെ ഇടയിൽ ഒരു മൃദുവായ നാവ് ഇരിക്കുന്നില്ലേ, അതിന് ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഈ രാക്ഷസരുടെ ഇടയിൽ ജീവിക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശ്രീരാമസ്വാമിക്ക് മനസ്സിലായി. പിന്നെ ശ്രീരാമസ്വാമി പറഞ്ഞു എന്തൊക്കെ ചെയ്താലും എന്നെ ശരണം പ്രാപിക്കുന്നവരെ ഞാൻ വെറുതെ വിടില്ല. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. അതുമാത്രമല്ല പിന്നത്തെ ഗ്യാരണ്ടി കാർഡ് എന്താ അറിയോ? പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നു നിശ്ചയം അറിയുക നീ. ഇതാണ് എന്നെ അഭയം പ്രാപിച്ച ആൾക്ക് ഇനി ഒരു ആപത്ത് വരില്ല എന്ന് പറഞ്ഞ് ചോദിച്ചു എന്താ വരം വേണ്ടത് ചോദിച്ചു. വിഭീഷണൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, അങ്ങയെ കണ്ടത് തന്നെയാണ് എനിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ വരം എന്ന് പറഞ്ഞു. പിന്നെ ആ വിഭീഷണനെ ലങ്കാരാജാവാക്കി അഭിഷേകം ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. എന്തായി പറയണത്? ലങ്കയിൽ രാജാവിരിക്കുക ജീവനോടെ, എന്നിട്ട് ഇവിടെ ലങ്കാരാജാവായി വിഭീഷണനെ ലങ്കാധിപനിവനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടു നീ. ലക്ഷ്മണനോട് പറയാം അഭിഷേകം ചെയ്യൂന്ന്. ഇത് കണ്ടപ്പോൾ സുഗ്രീവൻ ഇത്തിരി സംശയം ഇത്രേ. സുഗ്രീവൻ ചോദിച്ചു അങ്ങ് ചെയ്യണത് ഇത്തിരി വിഡിത്തരാണോ? അഥവാ ആ രാവണൻ തന്നെ മാപ്പ് പറഞ്ഞു വന്നാൽ ഏത് രാജ്യം കൊടുക്കും? രാവണൻ ലങ്കേശ്വരനാണ് ഇപ്പോഴും. അപ്പോൾ പറഞ്ഞു നീ എന്തിനാ സുഗ്രീവ പേടിക്കണ്, എൻ്റെ അയോധ്യ ഇല്ലേ, അപ്പം ഞാൻ അയോധ്യ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ആ സുഗ്രീവൻ തന്നെ ബോധ്യമാവുകയാണ്. ശ്രീരാമസ്വാമി ആ വികല്പം കളഞ്ഞപ്പോൾ സുഗ്രീവൻ തന്നെ വിഭീഷണനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, ആലിംഗനം ചെയ്ത് പറഞ്ഞു ഇനി രാവണവധത്തിനും സീതയെ ലഭിക്കുന്നതിനും അങ്ങയുടെ സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞു. ശ്രീരാമസ്വാമിയുടെ സഹായത്തിനായി അങ്ങ് പ്രയത്നം ചെയ്യുക എന്ന്. അവിടെ വിഭീഷണൻ്റെ ഒരു ഉത്തരമുണ്ട്, അത് നമ്മളുടെയും വാക്കായിട്ട് മാറണം. വിഭീഷണൻ ചോദിക്കുകയാണ് എന്തിനാണ് എല്ലാവർക്കും നമുക്കൊക്കെ സഹായം വേണ്ടത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെയാണ്, അല്ലാണ്ട് നമ്മുടെ സഹായം രാമചന്ദ്ര പ്രഭുവിനല്ല വേണ്ടേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാമസ്വാമിയെ സേവിക്കാം എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു യുദ്ധതന്ത്രമാണ് കാണുന്നത്. ഇതാണ് ഇന്നത്തെ ലോകത്തിലും കാണുന്നത് അതാണ്. അവരുടെ ആ ശത്രുവിൻ്റെ ഉള്ളിൽ എന്താ പറയുക വാനരന്മാരും രാമലക്ഷ്മണന്മാരും തമ്മിലുള്ള ഐക്യത്തിനെ ഇല്ലാണ്ടിയാക്കാൻ ശത്രുപക്ഷത്ത് ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാരൻ ശുഗൻ ചെല്ലുകയാണ്, രാവണൻ പറഞ്ഞയക്കുകയാണ് ഇല്ലേ. നമുക്കറിയാം സിംഹം പോയിട്ട് പശുക്കളുടെ കൂട്ടത്തിൽ പോയി ചാടിയപ്പോൾ പശുക്കളെല്ലാം കൂടി ആക്രമിച്ച് സിംഹം ഓടിപ്പോയി. അപ്പോൾ സിംഹം വിചാരിക്കുക ഇവരുടെ ഇടയിൽ ഈ ഐക്യത ഇല്ലാണ്ടിയാക്കിയാൽ എനിക്ക് ഓരോരുത്തരെ തിന്നാമെന്ന് വിചാരിച്ചിട്ടുള്ള ആ സൂത്രം പ്രയോഗിക്കും. തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയണില്ലേ, ഇവരെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരിക്കാൻ നോക്കുക. ഇതന്നെയാണ് അന്നും ഉണ്ടായിരുന്നു ഈ ശാസ്ത്രം. ആ ശുഗൻ പോയി ചോദിക്കുകയാണ് സുഗ്രീവനോട്, എടാ സുഗ്രീവ ഏതോ രാമൻ്റെ ഭാര്യ നഷ്ടായേന് നീ എന്തിനാ വെറുതെ ഇവിടെ കിടന്ന് ജീവൻ കളയണേ? നിന്റെ ഭാര്യ അതാ നിനക്ക് സുഖമായിട്ട് കുറേ കാലം ഋഷിമുഖാചലത്തിൽ ഇരുന്നതല്ലേ, ആ കിഷ്കിന്ധയിൽ പോയി താമസിച്ചൂടെ? മാത്രമല്ല ദേവകൾക്ക് പോലും അപ്രാപ്യമാണ് ലങ്ക, അവിടെ വന്നിട്ട് വിഡ്ഢിത്തം കാണിക്കരുത്, നീ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. പിന്നെ ഈ വാനരന്മാരെല്ലാവരും കൂടി ഒരു പ്രഹരാതി കഷായായിരുന്നു. അപ്പോൾ ശുഗൻ അടിയോണ്ട് അടിയാണ് ശുഗന്. അപ്പോൾ ശുഗൻ നിലവിളിച്ചില്ലേ, അമ്മ തല്ലിയാലും അമ്മയെ വിളിച്ച് കരയണ പോലെ രാവണാന്ന് വിളിച്ചിട്ടല്ല കരഞ്ഞത്, രാമചന്ദ്രപ്രഭു എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു ഇവൻ കുറച്ചു കാലം ഇവിടെ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒരാവശ്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് വിടാമെന്ന് പറഞ്ഞു. അടുത്തത് സേതുബന്ധനാണ് ഇല്ലേ.
ഈ സമുദ്രം യോജന ആവണ്ടേ, എന്ത് ചെയ്യണം? ആദ്യം തന്നെ മഹേശ്വരനെ പ്രാർത്ഥിച്ചു, എന്നിട്ട് വരുണനെ പ്രസാദിപ്പിക്കാൻ നോക്കുകയാണ്. ആ കിഴക്ക് ദർഭ വിരിച്ച് 3 ദിവസം വരുണനെ പ്രസാദിപ്പിച്ചിട്ടും വരുണൻ വന്നില്ല എന്ന് കണ്ടോടുകൂടി എന്ത് എൻ്റെ മുമ്പിൽ വരാൻ മടിക്കുന്നു വെച്ചിട്ട് ഒരു ബാണം അങ്ങോട്ട് ഇട്ടു. അതോടുകൂടി കാടും മേടും കുലുങ്ങി. വരുണൻ വന്നിട്ട് അതിഗംഭീരമായൊരു സ്തുതിയാണ്, എന്നെ ക്ഷമിക്കണം, ഞങ്ങളൊക്കെ തമോ ഗുണികളാണ്, അതുകൊണ്ടാണ് വരാൻ വൈകിയത് എന്ന് പറഞ്ഞ് ആ വരുണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഒരു സേതു ബന്ധിക്കണം. വിശ്വകർമാവിൻ്റെ മകനായ നളനാണ് വാനരന്മാരുടെ ഇടയിൽ എഞ്ചിനീയറാണ് അല്ലേ, ആർക്കിടെക്റ്റ്, സിവിൽ എഞ്ചിനീയറാ ആ നളൻ എന്ന് പറയുന്നത്. ആ നളൻ ഈ സേതു എത്ര കാലം കഴിഞ്ഞാലും രാമസേതു എന്നുള്ള പേരിൽ ഇതറിയപ്പെടും. ആ പണി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇവിടെയും നമുക്ക് ചിന്തിക്കാനുണ്ട്. വെറും ഒരു പാലം കെട്ടലല്ല അത്. ഓരോരുത്തർക്കും ഓരോ കഴിവാണുള്ളത് അല്ലേ. ഒരാൾ മോശം, ഒരാൾ കേമൻ. ഹനുമാന് സമുദ്രം ചാടാൻ കഴിഞ്ഞു, പക്ഷേ പാലം കെട്ടണമെങ്കിൽ ഹനുമാന് കഴിയില്ല. അത് ഈ എഞ്ചിനീയർക്ക് തന്നെ കഴിയുള്ളൂ, നളനെ കഴിയുള്ളൂ. അസുഖം വന്നാൽ ചികിത്സിക്കാൻ നളനും ആവില്ല, ഹനുമാനും ആവില്ല. ഹനുമാനും മരുന്ന് കൊണ്ടുവരാൻ പറ്റും, പക്ഷേ അത് ചികിത്സിക്കണമെങ്കിൽ സുഷേണൻ എന്നുള്ള വൈദ്യൻ വരണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. നമ്മളും വിചാരിക്കണം, ഒരാൾക്ക് പാടാനാവും കഴിവ്, ഒരാൾക്ക് എഴുതാനാവും, ഒരാൾക്ക് പാചകത്തിലായിരിക്കും, ഒരാൾക്ക് തയ്യലിലായിരിക്കും. പക്ഷെ ഒരാളും മോശമല്ല അല്ലേ. PT ഉഷ വിചാരിക്കുമോ അയ്യോ എനിക്ക് ചിത്രയുടെ പോലെ പാടാൻ കഴിയണില്ലല്ലോ എന്ന്? ചിത്ര വിചാരിക്കുമോ അയ്യോ സച്ചിൻ തെണ്ടുൽക്കറൊക്കെ എല്ലാവരും ഇതാക്കണു? ഓരോ മേഖലയിൽ ഓരോരുത്തർ കേമാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും എനിക്ക് അവനെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇവിടുന്ന് ആ ഗംഭീരമായി പാലം പണി തുടങ്ങുകയാണ് അല്ലേ. സർവദിക്കിങ്കലും നിന്നു സരപസം പർവ്വത പാഷാണ പാദവജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരുതരെ കണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. അതാ ആ 100 യോജനുള്ള സമുദ്രം രാമൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് പണിയാൻ നളൻ്റെ നേതൃത്വത്തിൽ പണിയാൻ തുടങ്ങുകയാണ്. ആദ്യം തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? ഏത് കാര്യം തുടങ്ങുമ്പോഴും സുന്ദരകാന്ഡം തന്നെ മനുജ പരിവൃഢ ചരണ നളിന യുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം. ആ രാമേശ്വരനെ അങ്ങോട്ട് തൊഴുതു. ഇത് ഭംഗിയാക്കി തരണേ. രാമസ്വാമിയാണ് ആ മഹാദേവനെ പൂജിക്കണത് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ശൈവരെവിടെ, വൈഷ്ണവരെവിടെ? ഇവിടെയാണ് നമ്മുടെ ഉള്ളിലെ ആ വികല്പ ഭ്രമം ഇല്ലാണ്ടാക്കാനാണ് ഇത് പറഞ്ഞത്. ഇവിടെ ആ 100 ഓരോ പാറകൾ കൊണ്ടുവന്നിടും. ആ നളനൊരു ശാപം കിട്ടിയതാണ്, നീ എന്ത് വെള്ളത്തിലിട്ടാലും പൊന്തിക്കിടക്കണേന്ന് മഹർഷിമാരുടെ ശാപമാണ്. പക്ഷെ അതിവിടെ വരമായി വരികയാണ്. ആ പാലം കെട്ടാണ്. ഇവിടെ രസമാണ്. ഓരോ വാനരന്മാർ പോയിട്ട് പാറകളും മരങ്ങളും കൊണ്ടുവരിക. അപ്പോഴേക്ക് ഇവിടുത്തെ മരങ്ങളും പാറകളൊക്കെ കഴിഞ്ഞപ്പോൾ ഹനുമാൻ വടക്കേ ഇന്ത്യയിലേക്ക് പോയി. ഇത്രേ വലിയൊരു പർവ്വതം എടുത്ത് പൊന്തിച്ചപ്പോഴാണ് പറഞ്ഞത് അയ്യോ 100 യോജനയായി, ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഹനുമാൻ ആ പാറ താഴ്ത്തിട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിൽ, കഷ്ടം, എൻ്റെ യോഗം എങ്ങനെയായില്ലോ, രാമസ്വാമിയുടെ ആവശ്യത്തിന് എന്നെ ഉപകരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. ഹനുമാനും വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ കരയാൻ കാരണം വെച്ചിട്ട് രാമസ്വാമിയോട് വന്ന് പറയുമ്പോൾ പറഞ്ഞത്രേ, ആര് പറഞ്ഞു ഉപയോഗമില്ല എന്ന്? ഇപ്പോഴല്ല, ഇനി ഒരിക്കലാ ഉപയോഗമില്ലേ. അടുത്ത ദ്വാപരയുഗത്തിലെ ഞാൻ അതാ കൃഷ്ണനായിട്ട് വരുമ്പോൾ ദാ ഈ പർവ്വതം കൊണ്ടായിരിക്കും ഏറ്റവും ഉപകാരം. എപ്പോഴാണ്ടറിയോ? 6-7 നാളൊരു കുന്നീനെ ഒറ്റക്കൈ താരാൾ കൂടെയായി പീഡിച്ചോനീവൻ. 5 ദിവസം കൊണ്ട് 100 യോജന പാലം തീരുകയാണ്. പാലം പണിയുടെ പാലം എത്ര ഭംഗിയിലാണ് പാലം പണി നടക്കണത്. ആ സമയത്താണ് നമ്മളും ഇതുവരെ കാണാത്തൊരു കഥാപാത്രം ഇല്ലേ. ഇതും നമ്മുടെ രാമായണത്തിലില്ല. അണ്ണാറക്കണ്ണൻ ആ പൂഴിമണ്ണിൽ ഉരുണ്ട കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതും നമ്മുടെ പാഠമായിട്ടാണ് ഇരിക്കേണ്ടത്. വലിയൊരു നന്മയ്ക്കായി ലോകർ ഏറ്റെടുത്തൊരു പദ്ധതിക്ക് നമ്മുടേതായ ഒരു ചെറിയ അംശം ചെയ്തു കൊടുത്താൽ ഇല്ലേ, വലിയൊരു കാര്യമാണത്. നമ്മളിപ്പോൾ കാണുന്നില്ലേ, സമൂഹത്തിൽ കാണുന്നില്ലേ, എനിക്ക് അവിടെ ഉള്ളവരെ ദുരന്തത്തിൽ ഏർപ്പെട്ടവരെ എല്ലാവരുടെയും സങ്കടം തീർക്കാൻ കഴിയില്ല, പക്ഷേ എൻ്റേതായ ഒരു ചെറിയ അംശം കൊണ്ടുകൊടുത്താൽ നമ്മളും അണ്ണാറക്കണ്ണനാവുകയാണ്. ഇത് പഠിക്കാനാണ്. പാലം പണി കഴിഞ്ഞതോടെ ദേവന്മാർ പോലും അത്ഭുത സ്തബ്ധരായി ആകാശത്ത് നോക്കി നിൽക്കുക. 5 ദിവസം കൊണ്ടാ 100 യോജന പാലം ഇന്നും കാണുന്ന ആ രാമസേതു ഉള്ളത്. ഇവിടെ നമ്മുടെ കോൺട്രാക്ടർമാരാണെങ്കിൽ 50 കൊല്ലം കൊണ്ട് വൃത്തിയായിട്ട് പണിയോ. നോക്കി നോക്കൂ, ഇവിടെയാണ് അത് കഴിഞ്ഞു. ഉദ്ഘാടനമാണ്
ഹനുമാനാണ്. ഹനുമാന്റെ തോളിലേറി ശ്രീരാമനും അംഗദന്റെ തോളിലേറി ലക്ഷ്മണനും പിന്നാലെ വാനരപ്പട മുഴുവൻ ഈ പാലത്ത് കൂടെ അല്ലേ, ബെയിലി പാലൊക്കെ കണ്ണില്ലേ നമ്മൾ, അതുപോലൊരു പാലത്തിൻ്റെ മുകളിൽ കൂടെ അങ്ങോട്ട് വരികയാണ്. അമരാവതിക്ക് തുല്യമായ ലങ്കയെ അങ്ങോട്ട് വീക്ഷിച്ചു. എന്താ കഥ! സ്വർണ്ണ കൊടിമരങ്ങൾ, കോട്ടകൾ, ആർച്ച് ഷേപ്പുള്ള മാളികകൾ, പർവ്വതത്തോളം ഉയർന്ന ഗോപുരങ്ങൾ, ദേവേന്ദ്രൻ്റെ പോലെ രത്നസിംഹാസനത്തിലെ ബാലസ്ത്രീകളാൽ വീശിതനായിട്ട് ആ രാവണൻ്റെ ഇരിപ്പങ്ങട് കണ്ടപ്പോൾ രാമൻ പോലും ഒന്ന് തൊഴുതുപോയിത്രേ. ആ ഗംഭീരൻ കെങ്കേമൻ ലങ്കയ്ക്കൊത്തമൻ തന്നെ എന്ന് പറഞ്ഞു. ശ്രീരാമസ്വാമി ആ സുഗ്രീവനോട് പറഞ്ഞു, ഇനി ആ ശുഗനെ വിട്ടയച്ചോളൂ, ഇവിടുത്തെ കഥകളൊക്കെ ഒന്ന് അവിടെ പോയിട്ട് പറയട്ടെ എന്ന്. ഇവിടെ ശുഗൻ തിരിച്ചു വരുമ്പോൾ രാവണൻ ചോദിക്കുക, എന്തേ ഞാൻ വിചാരിച്ചു നീയാ കുരങ്ങന്മാരുടെ തല്ലുകൊണ്ട് ചത്തുണ്ടാവുമെന്ന്. ഇവിടെയും നമുക്ക് ശുഗൻ്റെ നല്ലൊരു ഉപദേശം കാണാൻ രാവണന്. ഈ ഉപദേശം കൊടുത്തോടുകൂടി ആ ശാപവിമുക്തനമായി ശുഗനും തിരിച്ചെത്തുകയാണ് ചെയ്യണത്. വീണ്ടും ഉപദേശിക്കാൻ എത്തുന്നു മുത്തച്ഛൻ മാല്യവാൻ. ഇവിടെയൊക്കെ ഉപദേശം സീതയെ രാമന് കൊടുക്കൂ, സീതയെ രാമന് കൊടുക്കൂ തന്നെയാണ് മുത്തച്ഛൻ പറയണത് അല്ലേ. ചൊല്ലുവൻ ഞാൻ തവ നല്ലതു, പിന്നെ നീ എല്ലാം നിനക്കൊത്തവണ്ണം അനുഷ്ഠിക്കാം. സീത വന്നതിന് ശേഷമല്ല ലങ്കയിലെ ആ ദോഷങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കാണ്. ദേവവിഗ്രഹങ്ങൾ ഇളകുന്നു, കാളീദേവി ദംശങ്ങൾ കാട്ടിച്ചിരിക്കുന്ന പോലെ പശുക്കൾ കഴുതകളെ പ്രസവിക്കുന്നു, എലിയെ കണ്ടിട്ട് പൂച്ച പേടിച്ചോടുന്നു. ആപത്തടുത്തതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് സീതയെ രാമന് കൊടുക്കൂ, സീതയെ രാമന് കൊടുക്കൂ എന്ന് മാല്യവാനും രാവണനെ ഉപദേശിക്കുക. രാവണൻ ആക്രോശിച്ചു, നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ കേടാ? വെറും മനുഷ്യനായ ഈ രാമനെ ഇത്രയധികം സ്തുതിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അത്ര കേമനാണെങ്കിൽ ഈ വാനരന്മാരുടെ സഹായം നേടുമോ? എന്നോട് ഒറ്റയ്ക്ക് വരില്ലേ? അതുകൊണ്ട് ഞാൻ ഉപദേശങ്ങൾ കേട്ട് മടുത്തു. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് കേട്ടോ, ഇപ്പം തൽക്കാലം പൊക്കോളാൻ പറഞ്ഞു. കണ്ടൂലേ നമ്മൾ എത്ര ആളാണ് ആ ഉപദേശിച്ചിട്ടും ആ ഉപദേശം സ്വീകരിക്കാൻ രജോ ഗുണിയായ രാവണൻ കേൾക്കുന്നില്ല. പിന്നെ ആ യുദ്ധ ആരംഭമാണ് അല്ലേ. ആ രാവണൻ ആദ്യത്തെ ശ്രീരാമസ്വാമിയുടെ ഒരു അമ്പ് കൊണ്ട് തന്നെ രാവണൻ്റെ കിരീടവും രഥമൊക്കെ അങ്ങോട്ട് പോയപ്പോൾ രാവണൻ തോൽവിയുടെ സ്വാദറിഞ്ഞ് വരികയാണ്. അപ്പോൾ വിചാരിച്ചു ഇനി ഇതൊരു ചതി പ്രയോഗിക്കാം. ഇവിടെയാണ് ആ വിരാധത്വം കാണുന്നത്. ചതി പ്രയോഗിക്കാം എന്ന് വിചാരിക്കുകയാണ്. ആ ശാർദൂലനെയും കൂട്ടുകാരനെയും വാനരവേഷം കെട്ടി ആ ഇതിലേക്ക് അയക്കുകയാണ്, അവരുടെ കാര്യങ്ങളൊക്കെ ചോർത്തി വരാൻ വേണ്ടിയിട്ട്. അവിടുന്നും ശുഗന് കിട്ടിയ പോലെ ഒരു പ്രഹരാദി കഷായം കിട്ടിയപ്പോൾ ശാർദൂലൻ ഓടി രാവണൻ്റെ അടുത്ത് പോയിട്ട് ആ രാമൻ്റെ സൈന്യത്തിൻ്റെ മഹിമ, രാവണൻ പോലും ഒന്ന് അമ്പരന്നൂത്രേ സാഗരം പോലുള്ള ആ വനരപ്പടയെ കണ്ടപ്പോൾ. എങ്കിൽ ഇവിടെ ഒരു മായ പ്രയോഗിക്കാം എന്ന് വിചാരിച്ച് ആ വിദ്യുജിഹൻ എന്ന മായാവിക്ക് രാമൻ്റെ പോലെ ഒരു ശിരസ്സുണ്ടാക്കി. ചോരയൊലിക്കുന്ന ആ രാമശിരസ്സും കൊണ്ട് ആ സീതയുടെ അടുത്തേക്ക് കൊണ്ടിട്ട് പെടുത്തേ, നീ ഇനി കാത്തിരിക്കൊന്നും വേണ്ട, ദാ നിന്റെ രാമനെ ഞാനിതാ കൊന്നിരിക്കുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞു. സീത അപ്പോഴേക്കും മോഹാലസ്യപ്പെട്ടു, എൻ്റെ രാമനെ കൊന്നു എന്ന്. അപ്പോഴേക്കുമാണ് ആ ഒരു ദൂതൻ വന്നിട്ട് പറഞ്ഞു, ദാ വാനരന്മാരെ ഇറങ്ങിൻ്റെ മുമ്പിലേക്ക് വേഗം വരൂ എന്ന് പറഞ്ഞ് രാവണനെ വിളിച്ചുകൊണ്ടുക. ഇവിടെയാണ് നമുക്ക് ഒരു രാക്ഷസിയുടെ ലോജിക്ക് കാണുക. സരമ എന്ന പണ്ഡിറ്റ്, ആ സരമ പറഞ്ഞു അല്ലേ, രാക്ഷസിമാർക്ക് പോലും ലോജിക്ക് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, വാനരസേന മുന്നോട്ട് നീങ്ങിയെങ്കിൽ നിന്റെ രാമൻ മരിച്ചിട്ടില്ല. എന്താ വെച്ചാൽ രാമൻ മരിച്ച വാനരസേന പിന്തിരിഞ്ഞോടുകയുള്ളൂ. രാമൻ്റെ ബലത്തിലാണ് അവർ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം ഈ ദൂതൻ വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ രാമൻ മരിച്ചിട്ടില്ല എന്ന് ഉറപ്പിക്കാം. സീതയെ നീ ഖേദിക്കരുത്. പിന്നെ വലിയൊരു സത്യ പറഞ്ഞത്, നീ പുഷ്പക വിമാനത്തിലല്ലേ രാവണൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത്? പുഷ്പക വിമാനത്തിനൊരു വലിയ സിദ്ധിയുണ്ട്. അവർ വിധവയെയോ വിധവയാകാൻ പോകുന്നവരെയോ കയറ്റില്ല. ആ പുഷ്പക വിമാനത്തിന് കയറാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഒരിക്കലും വിധവയാവില്ല. ഇത് രാവണൻ്റെ മായയാണ് എന്ന് പറഞ്ഞതും ആ ശിരസ് അപ്രത്യക്ഷമായി, ആ രാമശിരസ്. നോക്കൂ ആ മായാവിത്വം പോകുന്ന പോക്ക്. ഇത്തം സരമ സരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിടിനാൻ സീതയും. ഈ സമയത്താണ് അംഗദൂത്. അംഗദൻ രാവണനോട് വന്നിട്ട് പറയാ, സീതയെ തിരിച്ചു കൊടുക്കുക, നാണുണ്ടോ നീ? രാമബാണത്തിൻ്റെ ഞാനൊലി കേട്ടിട്ട് അകത്ത് ഒളിച്ചിരിക്കാൻ നിനക്ക് നാണുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാവണനോട്. രാവണനും ആക്രോശിച്ചു, ഏട്ടാ നിന്നെപ്പോലൊരു നീചൻ ഉണ്ടാവില്ല. സ്വന്തം തന്തയെ കൊന്ന ആൾക്ക് കൂട്ടുപിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു, വക്കാലത്തും കൊണ്ട് വന്നിരിക്കുന്നു എന്ന് ചോദിച്ചു. അംഗദൻ അങ്ങോട്ട് എതിർത്തു.
അതോട് കൂടിയിട്ട് ഇന്ദ്രജിത്തും അംഗദനും കൂടിയിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ കാണുന്നത്. അംഗദനോട് മിടുക്കനായ അംഗദനോട് തോൽക്കുന്നു കണ്ടപ്പോൾ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച നാഗാസ്ത്ര പ്രയോഗിച്ചത്. ബ്രഹ്മാസ്ത്രമല്ല, നാഗാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നാഗം എന്ന് പറഞ്ഞാൽ തമോ ഗുണിയ. എല്ലാവരെയും മയക്കി അങ്ങോട്ടിട്ടു. എല്ലാവരും മോഹാലസ്യപ്പെട്ട് മരിച്ച പോലെ കിടക്കുകയാണ്. ഇന്ദ്രജിത്ത് ജയഭേരിയോടുകൂടി ലങ്കയിലേക്ക് വരിക. ഇവിടെ നമുക്കറിയാം, യുദ്ധക്കളത്തിൽ പോയി ജയിച്ച് മടങ്ങി വന്ന ഒരേ ഒരാളേ ഉള്ളൂ ലങ്കയിൽ, അത് ഇന്ദ്രജിത്ത് തന്നെയാണ് അല്ലേ? നമ്മൾ ഭരതനാണ് അയോധ്യയിലെ ആൺകുട്ടി എന്ന് പറഞ്ഞ പോലെ ലങ്കയിലെ ആൺകുട്ടി ഇന്ദ്രജിത്ത് തന്നെയായിരുന്നു. വിജയഭേരിയോട് കൂടിയിട്ട് അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് എല്ലാ വാനരന്മാരും രാമലക്ഷ്മണന്മാരടക്കം മോഹാലസ്യപ്പെട്ട് കിടക്കുമ്പോൾ അതാ വരുന്നു നമ്മുടെ ഗരുഡൻ ഇല്ലേ? ഗരുഡൻ്റെ ചിറകിന് എന്താ നമ്മൾ പറയുക? ജ്ഞാനവൈരാഗ്യങ്ങൾ. ഗരുഡൻ 7 ദ്വീപുകളും 7 സമുദ്രങ്ങളും 7 പർവ്വതങ്ങളും ഇളക്കി മാറുകയാണ്. വീശിയും കൊണ്ടാണ് വരുന്നത്. ഗരുഡൻ വന്നാൽ എന്തുണ്ടാവും? ഗരുഡൻ്റെ ശത്രു ആരാ? നാഗങ്ങളിലെ. ഗരുഡൻ അങ്ങോട്ട് വന്നതോടുകൂടി നാഗാസ്ത്രത്തിൽ നിന്ന് എല്ലാവരും മോചിതരായി. ഇവിടെയും നമുക്ക് താത്വികമായിട്ട് ഇതിനെ കാണാം. കെട്ടുപോയ ഈശ്വര ബുദ്ധിയെ ഉണർത്താൻ അല്ലേ? അവരൊക്കെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമോ ഗുണിയായിട്ട് കിടക്കുകയാണ്. അതിന് ഉപനിഷത്ത് മന്ത്രങ്ങൾ ഓടിയെത്തുന്നത് പോലെയാണ് ഗരുഡൻ പറന്നെത്തുന്നത്. തമോ ഗുണത്താൽ ബന്ധിതനായവരെ ഉണർത്താൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ഗരുഡൻ വരുന്നു. ശ്രീരാമൻ ഗരുഡനെ അനുഗ്രഹിച്ച് പറഞ്ഞേക്കുക. പൂർവാധികം ശക്തിയോടെ വാനരന്മാർ വരിക. രാവണൻ വിചാരിച്ചു, ഇതെന്ത്, എൻ്റെ മകൻ എല്ലാവരെയും കൊന്നിട്ടിട്ട് വന്ന് കയറി ഒരു ചായ കുടിക്കണ നേരമായിട്ടുള്ളൂ, ഇപ്പോഴേക്കും വാനരന്മാർ എങ്ങനെ ഇവർക്ക് വരാൻ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ട് നോക്കുക. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിൻ മുന്നമേ വന്നാരിവരും ഇങ്ങെന്തൊരു വിസ്മയം. തീക്കൊള്ളികളുമായിട്ടാണത്രേ വാനരന്മാരുടെ വരവ്. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുക ആണുങ്ങളെങ്കിൽ എന്നാർത്തു പറയും. നാണുണ്ടോ, നീ പുറത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ടാണ് വാനരന്മാർ ചെല്ലണത്. അപ്പം ആദ്യം തന്നെ ഓരോ രാക്ഷസന്മാരുടെ പേരിലുണ്ട് ധൂമ്രാക്ഷനെ അയക്കണത്. ധൂമ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുക കൊണ്ട് യാഗം ചെയ്ത് കണ്ണ് കാണാത്തവനാണ് ധൂമ്രാക്ഷൻ. ധൂമ്രാക്ഷൻ അങ്ങോട്ട് വന്നു. അതാ ഹനുമാന്റെ അടിയേറ്റ് ധൂമ്രാക്ഷൻ മരിക്കുക. പിന്നെ വരുന്നത് വജ്രദംഷൻ. വജ്രം പോലുള്ള പല്ലുള്ളതാ. വജ്രദംശനും അംഗദൻ്റെ അടിയേറ്റിട്ട് മരിക്കുകയാണ്. പിന്നെ അതാ പ്രഹസ്തനാ വരുന്നത് അല്ലേ? സേനാപതി തന്നെയാണ് വരുന്നത്. പ്രഹസ്തനും നീലനും 2 സ്ഥലത്തെ സേനാധിപതി. രാവണ സൈന്യത്തിൻ്റെ സേനാധിപതി പ്രഹസ്തൻ, വാനര സൈന്യത്തിൻ്റെ നീലൻ. 2 പേരും കൂടിയുള്ള യുദ്ധത്തിൽ പ്രഹസ്തനും മരിക്കുക. ഇനിയാണ് രാവണൻ ഇറങ്ങുന്നത് കാണുക അല്ലേ? സേനാപതിയും കൂടി പോയി എന്ന് കണ്ടപ്പോൾ ഇനി ഞാൻ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് 1000 വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ട തേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാമാഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ചാപബാണായുധങ്ങളും നീലാദ്രി പോലെ നീലപർവ്വതം പോലെയാ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ. രാവണനാണ് യുദ്ധത്തിന് വരുന്നത് എന്ന് കണ്ടോടുകൂടി ലങ്കയിലുള്ള എല്ലാവരും കൂടി രാവണൻ്റെ കൂടി. എന്തിനാ കാരണം? ഇത് രാജാവിൻ്റെ പ്രീതി നേടാൻ വേണ്ടിയിട്ടാണ്, പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പ്രസിഡൻറ്റിൻ്റെ കൂടെ ഫോട്ടോയിൽ നിൽക്കാൻ വേണ്ടി തള്ളി മുമ്പിലേക്ക് വരുന്ന ആളുകളുടെ പോലെ ഞാനും ഉണ്ട്. രാവണൻ്റെ കൂടെ എത്താൻ പറ്റാത്തവർ കയ്യ് പൊന്തിച്ച് ഞാനാട്ടോ ധൂമ്രാക്ഷൻ, ഞാനുണ്ട് വാര്യാക്ഷൻ, ഞാനുണ്ട് പറഞ്ഞിട്ട് ഓരോരുത്തർ കയ്യ് പൊന്തിക്കുക. ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മക്കളും മന്ത്രിമാർ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ പുറപ്പെട്ടു. എല്ലാവരും കൂട്ടി അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ രാമചന്ദ്രപ്രഭു വിഭീഷണനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വിഭീഷണ, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ, ഇവരുടെയൊക്കെ കഴിവ് പറഞ്ഞു തരൂന്ന്. ഈ സ്വയംവര മണ്ഡപത്തിലേക്ക് സ്വയംവര കന്യക പോകുമ്പോൾ തോഴി ഓരോരുത്തരെ പറഞ്ഞു കൊടുക്കണ പോലെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഇത് സ്വയംവര മണ്ഡപമല്ല, മരണമണ്ഡപത്തിലേക്കാണ്. വരണമാല്യം കൊണ്ടല്ല, മരണമാല്യം കൊണ്ട് വരുന്നതാ രാവണൻ. വിഭീഷണൻ ഓരോരുത്തരെ പറഞ്ഞു കൊടുക്കണ്. അതാ സിംഹത്തിന്നമുള്ള ചേരിൽ വരുന്നത് നേരത്തെ നമ്മളെ നാഗാസ്ത്രം കൊണ്ട് തോൽപ്പിച്ച ഇന്ദ്രജിത്താണ്. നീളം കൂടിയ തേരിൽ വരുന്നത് രാവണപുത്രൻ അതികായനാണ്. പൊന്നണിഞ്ഞ ആനപ്പുറത്ത് വരുന്നത് മഹോദരനാണ്. കുതിരപ്പുറത്തിരുന്നിട്ട് കുന്തം കറക്കുന്നത് നരാന്തകനാണ്. കാളകളുടെ പുറത്ത് വരുന്നത് തൃശിരസ്സാണ്. നോക്കൂ, എന്തൊരു ലൈവായിട്ടാണ് എഴുത്തച്ഛൻ ഓരോരുത്തരെയും വിവരിച്ചു കൊടുക്കുന്നത്. ഓരോ പേരുകൾ അവൻ്റെ അടുത്തുള്ളത് കുംഭകർണൻ്റെ പുത്രന്മാരായിട്ടുള്ള കുംഭനും നിസുംഭനും
രാവണനുമാണ്. എല്ലാവരും കൂടി അങ്ങോട്ട് തിക്കിത്തിരക്കി വരുന്നു കണ്ടപ്പോൾ രാവണനൊന്ന് നോക്കി. രാവണൻ നോക്കി, എന്തിൻ്റെ കേടാ നിങ്ങൾ എല്ലാവരും കൂടി എൻ്റെ പിന്നാലെ അങ്ങോട്ട് പോകുന്നത്? ഇവരെയൊക്കെ തോൽപ്പിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങളിപ്പോൾ എല്ലാവരും കൂടി വന്നാൽ കുരങ്ങന്മാരതാ ലങ്കയിൽ പോയിട്ട് സിംഹാസനത്തിലിരിക്കും, പിന്നെ അവരുടെ രാജ്യമാക്കും, എല്ലാവരും തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ലക്ഷ്മണൻ രാമനോട് ചോദിച്ചു. അപ്പോൾ ഇവരെ അങ്ങോട്ട് കണ്ടപ്പോൾ, ഏട്ടാ ഇന്നത്തെ കളത്തിൽ ഞാൻ ഇറങ്ങട്ടെ പറഞ്ഞു. രാമൻ അറിയായിരുന്നു. രാമൻ പറഞ്ഞു, വേണ്ട ഉണ്ണി, ഇന്ന് പോവണ്ട, നീ തൽക്കാലം അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ആ തേരിൽ കയറി കയ്യും വീശി ശക്തിയായിട്ട് ഹനുമാനും രാവണനും കൂടിയായിരുന്നു യുദ്ധം. ഹനുമാന്റെ ഒരു അടിയേറ്റോടുകൂടി രാവണൻ വിറച്ചു വീണു. നോക്കൂ, അഭിമാനം അവിടെ കാണിക്കുന്നു. നോക്കൂ രാവണന്റെ സ്വഭാവം. താൻ വീണെങ്കിലും ഒരു ധീര യോദ്ധാവിനെ, ഹനുമാന്റെ കഴിവ് മനസ്സിലായിട്ട് ഹനുമാന് കൈ കൊടുക്കുക. ബലേ ബേഷ്, നീ മിടുക്കൻ തന്നെ, വന്ന കവികളിൽ നീയന്യാ കേമൻ എന്ന് പറഞ്ഞു അല്ലേ, വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ. പക്ഷെ ഹനുമാൻ എന്താ മറുപടി പറഞ്ഞതറിയോ? എനിക്ക് വേണ്ട നിന്റെ സർട്ടിഫിക്കറ്റ്, എൻ്റെ അടി കൊണ്ടാൽ ഇന്ന് വരെ ാത്തവരാരുമില്ല, നീ വീണ്ടും എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കുറവായിട്ടാണ് എനിക്ക് തോന്നണേ. നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പിരിപ്പില്ലല്ലോ, മൃത്യു വന്നീല നിനക്കതു കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു. ഹനുമാൻ ലജ്ജയോടെ പറയണം. ഇവിടെയും രാവണൻ ഒട്ടും മോശക്കാരനല്ല, വീണ്ടും കൊടുത്തു ഹനുമാൻ ഒരടി. ഹനുമാനും അതിലൊന്ന് വിറച്ചു. അപ്പോഴാണ് അഗ്നിയുടെ പുത്രനായ നീലൻ രാവണനോട് ഏൽക്കുന്നത് അല്ലേ. 10 കിരീടം കണ്ടപ്പോൾ നീലന് തോന്നിയിത്രേ, ഒന്ന് നൃത്തം വെച്ചാലോ ഒന്ന്. ഓരോ കിരീടത്തിലും ചാടി ചാടി നൃത്തം വെക്കുക. നൃത്തം വെക്കുമ്പോൾ പാട്ട് വേണ്ടേ? പാടി തുടങ്ങി ഞാൻ നാരദനും തഥാ. നാരദനും പാടുകയാണ്. അപ്പം രാവണൻ നീലൻ്റെ നേർക്ക് ആഗ്നേയാസ്ത്രം അയക്കണത്. നീലൻ ആരുടെ മോനാ? അഗ്നിയുടെ മകനാണ് നീലൻ. ആ അഗ്നിയുടെ മകൻ്റെ മേലേക്ക് ആഗ്നേയാസ്ത്രം വെച്ചാൽ എങ്ങനെ അല്ലേ? കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുകൊട്ടി പേടിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ ലക്ഷ്മണൻ വരികയാണ്. ആ സമയത്ത് ലക്ഷ്മണനോട് തോൽക്കുന്നു തോന്നിയോടുകൂടി മണ്ഡോദരിയുടെ മയൻ കൊടുത്തൊരു വേല് ഉപയോഗിക്കുന്നുണ്ട്. ഈ വേല് അതിന് മറുവസ്ത്രമില്ല. അതുകൊണ്ടാൽ മോഹാലസ്യപ്പെട്ട് വീഴുകയെന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. ഇതുകൊണ്ടാണ് രാമൻ പറഞ്ഞത് ഇന്ന് നീ പോവണ്ടാന്ന്. എന്നിട്ടും ലക്ഷ്മണൻ പോയി ഇല്ലേ, വരാനുള്ളത് വഴി തങ്ങില്ല. രാവണൻ വന്നിട്ട് ലക്ഷ്മണനെ അങ്ങോട്ട് എടുത്ത് പൊന്തിക്കാൻ നോക്കിയോടുകൂടി അനങ്ങിയില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഭീമസേനൻ ഹനുമാന്റെ വാലൊന്ന് പൊന്തിക്കാൻ നോക്കിയപ്പോൾ ഒടിയും നിന്ദടോ ഭീമാഗതയോ നമ്മുടെ വാലോ. അതുപോലെ ഈ ലക്ഷ്മണനെ കൈലാസശൈലം പൊന്തിച്ച ആൾക്ക് ഈ കുട്ടിയെ ഒന്ന് തൊടാൻ കഴിഞ്ഞില്ല എന്നാ പറഞ്ഞത്. കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞിതു. അന്നേരം ഹനുമാൻ വന്നിട്ട് രാവണന് ഒരു ഊക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രഹരം. അതോടുകൂടി രാവണൻ ചോര ഛർദ്ദിച്ചു വീണു. രാവണന് പൊക്കാൻ കഴിയാത്ത ആ ലക്ഷ്മണ ശരീരം ഹനുമാൻ ഒരു പൂവ് പോലെ അത്ര എടുത്തു കൊണ്ടുപോയത്. തനിക്ക് ഇത്രയും പൊക്കാൻ കഴിയാത്ത ഈ ലക്ഷ്മണ ശരീരത്തിനെ ഹനുമാൻ പൊന്തിക്കുന്നു കണ്ടപ്പോൾ രാവണൻ ലജ്ജിച്ച് തല താഴ്ത്തി. രാവണൻ വിചാരിച്ചത്രേ, ശ്രീരാമന്റെ മുന്നിൽ താൻ ഒരു കൃമിയായിപ്പോയോന്ന്. രാഘവൻ തന്നെ ഗൗരവമോർത്തതിലാഘവം പൂണ്ടിതു രാവണ വീരനും. അവിടുന്ന് പിന്നെ ഏറ്റുമുട്ടുകയാണ്. രാമനോട് തന്നെ തൻ്റെ തോളിൽ കരുന്ന് യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഹനുമാൻ രാവണൻ്റെ ഇല്ലേ, ഇതുവരെ രാവണന് മാത്രമേ തേരുണ്ടായിരുന്നുള്ളൂ. രാമൻ നിലത്ത് നിന്നിട്ടാ ഇപ്പോൾ ഒരു പുതിയ തേര് ഹനുമൻ തേരിൽ നിന്നിട്ടാണ് രാമബാണമേറ്റിട്ട് രാവണൻ്റെ അമ്പും വില്ലും തെറിച്ചു പോവുക. വേണമെങ്കിൽ രാമൻ അപ്പം തന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ ഒന്ന് വേണ്ട പറഞ്ഞു. രാവണ, നീ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു പൊക്കോലേ പറയാണ്. ഇവിടെയും നമുക്കറിയാം, നാളെ വന്നാൽ മതി, പോയിട്ട് ധാന്യന്തരൊക്കെ തേച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് വരൂ പറയും. എന്തുകൊണ്ടാണ് പറഞ്ഞയച്ചത്? എന്തായാലും കൊല്ലാൻ പോവുകയാണ്. അതിനു മുമ്പ് നാണക്കേട് അഭിമാനക്ഷതം വരുത്തിയിട്ടില്ലേ ആലോചിക്കാൻ വേണ്ടി സമയം കൊടുത്തതാ. ഇഞ്ചായി കൊല്ലാൻ വേണ്ടേ. തളർച്ചയും തോൽവിയും രാവണനെ മരണത്തേക്കാൾ തുല്യമാണ്. തിരിഞ്ഞു നോക്കി രാമബാണത്തെ പേടിച്ച് ലങ്കയിലേക്ക് തിരിഞ്ഞോടുന്ന ഒരു രാവണനെ കണ്ടുകൊണ്ട് നമുക്കിവിടെ നിർത്താം. ഹരിയോം ഹരിയോം ഹരിയോം.